ഈ മൈലേജ് കിട്ടിയിട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ 10 ഒക്കെ കിട്ടാറുള്ളൂ. ഗായ്സ്, നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ഈ ടൊയോട്ട അർബൻ ക്രൂസറിൻ്റെ വാൾക്ക് റൗണ്ട് ആണ്. സോ ഇപ്പം നമുക്ക് വണ്ടിയുടെ ഓണറിനെ കിട്ടിയിട്ടുണ്ട്. ഗായ്സ്, ദിസ് ഈസ് അസൽ. ഹായ് ഐസർ. ഹലോ. സോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഈ അർബൻ ക്രൂസറിൻ്റെ ഓണർഷിപ്പ് റിവ്യൂ ആയിട്ടാണ്. സോ അസല്, എന്നാണ് അസൽ ഈ വണ്ടി പർച്ചേസ് ചെയ്യുന്ന ഓർമ്മയുണ്ടോ? 2022 നവംബർ. ഓക്കെ ഗൈസ്, 2022 നവംബറിലാണ്. ഏത് ഷോറൂമിൽ നിന്നാണ് അസൽ ഈ വണ്ടി ഡെലിവറി? നമ്മൾ കൊട്ടിയം നിപ്പോൺ ടൊയോട്ടയുടെ ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുത്തത്. ഓക്കെ. സോ എത്രയാണെന്നറിയോ അന്ന് വണ്ടി എടുത്ത സമയത്ത് ഓൺ റോഡ് പ്രൈസ്? വണ്ടി അന്ന് എടുത്ത ടൈമിൽ എൻ്റെ ഓർമ്മയിലാണെങ്കിൽ ഒരു 12 ലക്ഷത്തി സംതിങ് എന്താണ്, എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ അത്രയാണ്. സോ ഇതൊരു മിഡ് 80 വേരിയൻ്റ് ആണ്. അതെ, ഇത് ഒരു ടോ കൺവേർട്ടർ ഗിയർ ബോക്സ് വരുന്ന ഒരു വേരിയൻ്റ് ആണ് അല്ലേ? അതെ അതെ. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്കി എല്ലാ ഈ സുസുക്കിയുടെ വണ്ടിയിലൊക്കെ ആണെങ്കിൽ AMT ഗിയർ ബോക്സ് ഒക്കെയാണ് നമ്മൾ മിക്ക വണ്ടിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു ഗിയർ ബോക്സ് വന്നപ്പം എങ്ങനെയുണ്ട് ഇതിൻ്റെ ട്രാൻസ്മിഷനും കാര്യവും എങ്ങനെയാണ്, എങ്ങനെ തോന്നിയിട്ടുണ്ട്? ലാഗ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ അസലിന്? ലാഗ് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ കമ്പയർഡ് ടു AMT ഭയങ്കര ഫണ്ണായിട്ട് ഓടിക്കാൻ പറ്റും. നല്ലൊരു ഗിയർ ബോക്സ് ആണ്, ആക്ച്വലി ഫണ്ണാണ് ഓടിക്കാൻ. ഓക്കെ. ഇത് ഒരു മെയിൻ ഒരു സുസുക്കി വണ്ടിയാണെന്ന് വെച്ചാൽ ബ്രസീൽ വരുന്ന വണ്ടിയാണ്. സുസുക്കി വരുന്ന ബ്രസീലായിട്ട് വരുന്ന വണ്ടിയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് മൈലേജ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഏകദേശം ഒരു 15-18 മൈലേജ് കമ്പനി പറയുന്ന ഒരു വണ്ടിയാണ്. സോ അസലിന് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെ റിയൽ ലൈഫ് ഇതിൻ്റെ മൈലേജ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് മൈലേജ് കിട്ടിയിട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ 10 ഒക്കെ കിട്ടാറുള്ളൂ. ലൈക്ക് മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ട് ഓട്ടിച്ചു കഴിഞ്ഞാൽ മൈലേജ് കിട്ടും എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഓട്ടിപ്പിന് മൈലേജ് കിട്ടാറില്ല, അതാണ് സത്യം. എങ്ങനെ ഓട്ടിച്ചിട്ടും വണ്ടിക്ക് എത്ര മാക്സിമം കിട്ടിയിട്ടുള്ള മൈലേജ് ഒന്നും പറയാൻ പറ്റുമോ? മാക്സിമം ഒരു ലോങ് ഒക്കെ നമ്മൾ മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ട് ഓട്ടിക്കുകയാണെങ്കിൽ ഒരു 18-20 കിട്ടാറുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ സിറ്റി ഡ്രൈവ്സിലൊക്കെ 8-9. ഇപ്പം ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇതിന് വേണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ പോലും ലൈക്ക് 8-9 അതായത് അവൻ തന്നെയാണ് ഓട്ടിച്ചുകൊണ്ട് വന്നത്. അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം എത്ര കിട്ടിയെന്നുള്ളത്. സീരിയസ്ലി നമ്മൾ സ്ഥിരം ഓട്ടിക്കുന്ന വണ്ടിയാണ്. വണ്ടിക്ക് എപ്പോഴും ആ ഒരു റേഞ്ചാണ് മൈലേജ് കിട്ടുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ബ്രസീൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം മൈലേജ് പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ വണ്ടിക്ക് നമ്മൾ റിയൽ ലൈഫിൽ ഒരു 10-12 നമുക്ക് മാക്സിമം മൈലേജ് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ആക്ച്വലി കൂടുതലും സിറ്റി ഡ്രൈവ്, ലോങ് ഡ്രൈവ്സ് ഭയങ്കര കുറവാണ് വണ്ടിയിൽ. അപ്പോഴത്തേക്കും ലോങ് ഡ്രൈവ്സിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും സിറ്റിയിലാണ് കിടന്ന് ഓടുന്നത്. അതുകൊണ്ടായിരിക്കാം മേ ബി മൈലേജ് കിട്ടാത്തത്. പക്ഷേ വട്ടവർ കംഫർട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും വണ്ടി അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ചോദിക്കാതെ തന്നെ അവസരം എൻ്റെ കംഫർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവസരം എൻ്റെ കംഫർട്ടിനായിരിക്കും. ഇപ്പോൾ ലോങ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ലോങ് ഒക്കെ പോയപ്പോൾ വണ്ടിയുടെ കംഫർട്ട് എങ്ങനെയുണ്ട്? ഇപ്പോൾ ഡ്രൈവറിനാണെങ്കിലും പാസഞ്ചറിനാണെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു ഈ വണ്ടിയുടെ ഒരു കംഫർട്ട് എന്ന് പറയാൻ പറ്റും? വണ്ടി ആക്ച്വലി നല്ല കംഫർട്ടബിൾ ആണ്. വണ്ടി ഇച്ചിരി കൂടെ ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുലുക്കം വലുതായിട്ട് അങ്ങോട്ട് അകത്തോട്ട് അറിയത്തില്ല. ആൻഡ് കംഫർട്ട് നൈസാണ്. കംഫർട്ട് കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരു വണ്ടി അങ്ങോട്ട് ഇതാക്കാൻ പറ്റാത്ത. ഇത്ര മൈലേജ് ഇല്ലെന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ കൊണ്ട് നടക്കുന്നത് ആ കംഫർട്ടിൻ്റെ ഇതിൽ തന്നെയാണ്. ഈ ഒരു പ്രൈസിൽ ലൈക്ക് അന്ന് ഈ ഒരു പ്രൈസിൽ കംഫർട്ടബിൾ ആയിട്ടൊരു SUV എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇത് തന്നെ പ്രിഫർ ചെയ്തു. അതുകൊണ്ട് തന്നെ SUV കോമ്പാക്ട് SUV അല്ലേ? കോമ്പാക്ട് SUV. ഓക്കെ. അസൽ, അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിന് അറിയാമല്ലോ. ഹ്യുണ്ടായി വെന്യൂ, അതേപോലെ തന്നെ കിയ സോണറ്റൊക്കെയാണ് ഈ വണ്ടിയുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ളത്. അപ്പം അത് ചൂസ് ചെയ്യാണ്ട് എന്തുകൊണ്ട് ഈ വണ്ടി ചൂസ് ചെയ്തു? ഈ വണ്ടി എടുക്കാനുള്ള റീസൺ, ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ആക്ച്വലി ഇത് പർച്ചേസ് ചെയ്തത് ഇത് ആക്ച്വലി എൻ്റെ വണ്ടിയല്ല, എൻ്റെ സിസ്റ്ററിൻ്റെ വണ്ടിയാണ്. സിസ്റ്ററിൻ്റെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിന് വണ്ടി പർച്ചേസ് ചെയ്തതാണ്. ലൈക്ക് സിസ്റ്റർ പർച്ചേസ് ചെയ്ത വണ്ടിയാണ്. അപ്പം സിസ്റ്റർ ഇപ്പം നാട്ടിലില്ല, പുറത്താണ്. അപ്പം വണ്ടി കൊണ്ടു നടക്കുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്നതെല്ലാം ഞാൻ തന്നെയാണ്. അപ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാം എന്ന് വിചാരിച്ചു. ലൈക്ക് നമ്മൾ ബക്കറ്റ് ലിസ്റ്റിൽ കിടന്ന വണ്ടി ഗ്ലാൻസ ആയിരുന്നു, അതും ഓട്ടോമാറ്റിക് തന്നെ ആയിരുന്നു. ആ ടൈമിൽ ഗ്ലാൻസയുടെ ഓട്ടോമാറ്റിക് ചിപ്പിന് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഗ്ലാൻസ ബലേനോ. അതുകൊണ്ടാണ് അപ്പോഴേ നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് നമ്മൾ ഷിഫ്റ്റായി. ആക്ച്വലി അന്ന് ഗ്ലാൻസയിൽ മാറി ഇതിലോട്ട് ഷിഫ്റ്റ് ആയതിൽ റിഗ്രറ്റ് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ റിഗ്രറ്റ് ആ മൈലേജിൽ മാത്രമേ ഉള്ളൂ.
അത് മര്യാദയ്ക്ക് ഓട്ടിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. പക്ഷേ കംഫർട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ്, കംഫർട്ട് വരുമ്പോഴത്തേക്കും ഗ്ലാൻസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ബിക്കോസ് ഗ്ലാൻസ് ഒരു ഹാച്ച് ബാക്ക് ആണ്, ഇതൊരു കോമ്പാറ്റീവ് ആണ്. എന്തായാലും കംഫർട്ട് നമുക്ക് പറയാൻ തന്നെ മനസ്സിലാവും. ഓക്കെ അക്സൽ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ ഗ്ലാൻസ് ഇപ്പോൾ ഓട്ടോമാറ്റിക് പറഞ്ഞു, ഇത് തന്നെ ഓട്ടോമാറ്റിക് എടുത്തു, ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യുന്നത് എന്താ? ഓട്ടോമാറ്റിക് ഓട്ടിക്ക് ഇഷ്ടമുള്ള ആളാണോ അതോ എന്താണ് ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യാൻ റീസൺ? ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ റീസൺ ഒന്നും എനിക്ക് ഇതില്ല. അന്നെന്തോ ആ ഒരു ഇതിൽ ഓട്ടോമാറ്റിക് പർച്ചേസ് ചെയ്യാന്നുള്ള ഒരു ഇത് വന്ന് നമ്മൾ ഓട്ടോമാറ്റിക് പർച്ചേസ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ മാനുവൽ ഇഷ്ടമല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ മാനുവൽ തന്നെയാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത് പോലും. കൂടുതൽ ഞാൻ ഓട്ടോമാറ്റിക് ഫസ്റ്റ് ടൈം ഓട്ടിക്കുന്നതും ഫസ്റ്റ് ഓർ സെക്കൻഡ് ടൈം ഓട്ടിക്കുന്ന എന്തോ ആണ് ഈ വണ്ടി. അതിനുശേഷമാണ് ഓട്ടോമാറ്റിക് എടുത്തു തുടങ്ങിയ പോലും. അതുവരെ മാനുവൽ തന്നെയായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഈ വണ്ടി ഇപ്പോൾ മൊത്തത്തിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇപ്പം ഓടോ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? ഇപ്പം 19,800 ആൻഡ് സംതിങ് എന്തോ ഓടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ വണ്ടീൻ്റെ 90,000, അപ്പം വണ്ടിയുടെ സർവീസും കാര്യവും അതേപോലെ തന്നെ വണ്ടി എടുക്കാൻ ചെന്ന സമയത്ത് ഷോറൂമിൽ ആൾക്കാരുടെ ഈ നമ്മുടെ അടുത്തുള്ള പെരുമാറ്റവും കാര്യമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വണ്ടി പർച്ചേസ് ചെയ്യാൻ ചെന്ന സമയത്ത് ആക്ച്വലി ഞങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്തത് നമ്മൾ പറഞ്ഞിരുന്ന കളറ് ഒരു വണ്ടിക്കൊരു സിൽവർ കണക്കത്തെ കളർ എന്തോ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ അവർ ടൈം ആയപ്പോഴത്തേക്കും പറഞ്ഞു സിൽവർ ഇല്ല, ഇതേ ഉള്ളൂ, വൈറ്റേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അന്ന് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ നടന്നായിരുന്നു. നമ്മൾ വീട്ടിൽ വന്ന് സിഗ്നേച്ചറൊക്കെ എഴുതി മേടിക്കാൻ നോക്കി, നമ്മൾ സിഗ്നേച്ചർ കൊടുത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, സിഗ്നേച്ചർ ഇട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ, നമുക്ക് വണ്ടി ഇറക്കണം. സോ നമ്മൾ സിഗ്നേച്ചർ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ആക്ച്വലി ട്രിവാൻഡ്രത്തു നിന്നായിരുന്നു കൊണ്ടുവന്നത്. ട്രിവാൻഡ്രത്തു നിന്ന് ഈ വണ്ടി ഡ്രൈവ് ചെയ്താണ് വണ്ടി കൊട്ടിയം ഷോറൂമിലേക്ക് കൊണ്ടുവന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് വണ്ടി കൈ കിട്ടുമ്പം ഫ്രഷ് ആയിട്ടല്ല കിട്ടിയത്. 75 കിലോമീറ്റേഴ്സ് അവർ കവർ ചെയ്തിട്ടാണ് നമുക്ക് വണ്ടി കൊണ്ട് തന്നത്. അറിയാമല്ലോ, നമ്മൾ പുതിയതായിട്ടൊരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ഒക്കെ കൊടുക്കുക, നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ഓടിക്കണം, 0 കിലോമീറ്റേഴ്സിൽ നമുക്ക് വണ്ടി ഇറക്കണം എന്നുള്ള ഇതായിരിക്കും ഉണ്ടാകുക. പക്ഷേ ഞങ്ങൾക്ക് 75 കിലോമീറ്റേഴ്സ് അന്ന് ഓടിയിട്ടാണ് കിട്ടിയത്. അന്ന് അവർ നേരത്തെ പറഞ്ഞില്ല എന്ന് നമ്മൾ പറയുന്നില്ല, അവർ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്ന് ഡ്രൈവ് ചെയ്താൽ വരുന്നതെന്ന്. പക്ഷേ അന്ന് ട്രിവാൻഡ്രത്തു നിന്ന് ഡ്രൈവ് ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞപ്പോഴേ ഞാനിത് കണക്ക് പറഞ്ഞായിരുന്നു, ഡ്രൈവ് ചെയ്തുകൊണ്ട് വരരുത്, ഫ്ലാറ്റ് ബെഡിൽ കൊണ്ടുപോവാ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരല്. അതിനുശേഷം പിന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തത് വണ്ടി അവിടെ ഷോറൂമിൽ എത്തിച്ചിട്ട് ആണ് അവർ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് വണ്ടി ഡ്രൈവ് ചെയ്ത് തന്നെ കൊണ്ടുവന്നതെന്നും പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല. നമ്മൾ പിന്നെ അത് ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ കൊണ്ടുപോയില്ല, നമുക്ക് അതിനുള്ളൊരു സമയമില്ലായിരുന്നു ആ ഒരു ടൈമിൽ. എന്ന് വെച്ചാൽ നമ്മുടെ ഇത്താടെ കല്യാണം ടൈമിൽ എടുത്ത വണ്ടിയാണ്ട് നമുക്ക് എടുത്ത വണ്ടിയാണ്. അപ്പം ലൈക്ക് നമുക്ക് ആ ഒരു ടൈമിൽ അതിന് ഓടാനുള്ളൊരു സമയം കിട്ടിയില്ല, അങ്ങനെ തർക്കിച്ച് നിൽക്കാനുള്ള ടൈം കിട്ടിയില്ല അല്ലേ? അതെ, ഒരു കേസ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും പോകാനുള്ള ടൈം കിട്ടിയില്ല. ഓക്കെ, പിന്നെ നമ്മളത് അങ്ങനെ അങ്ങ് വിട്ട്. അതിനുശേഷം ലൈക്ക് ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ ഭയങ്കര കാര്യമൊക്കെ ആയിരുന്നു. പിന്നെ വണ്ടി ഇറക്കാൻ ചെന്നപ്പോൾ എന്താണ് റിവീലിങ് ചോദിച്ച്, അത് തന്നില്ല. പിന്നെന്താ വണ്ടി ഗിഫ്റ്റ്സൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ, ഗിഫ്റ്റ്സ് തന്നില്ല. ലൈക്ക് വണ്ടി മാത്രം ഞങ്ങളുടെ കൈ കിട്ടി, പിന്നെ 2 കീയും കിട്ടി, വേറൊന്നും കിട്ടിയില്ല നമുക്ക്. അതൊക്കെയാണ് ആ ഒരു ഷോറൂം എക്സ്പീരിയൻസ് പറയാനുള്ളത്. അതിൽ നമുക്ക് ഭയങ്കരമായിട്ടത് അതൊരു ഇതായിപ്പോയി. ബട്ട് വോട്ടെവർ, നമ്മൾ വണ്ടി എന്തായാലും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം വണ്ടി എടുത്ത് ഇപ്പം 2022 എടുത്താണ്, ഇപ്പം 2026 3 വർഷം വണ്ടി യൂസ് ചെയ്തു, മൈലേജ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോൾ ഉള്ളതും പറഞ്ഞു. ബാക്കി നമുക്കറിയുള്ളത് വണ്ടിയുടെ സർവീസ് കോസ്റ്റും വണ്ടിയുടെ സർവീസും കാര്യമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നതാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നു പറയാൻ പറ്റുമോ അവസരം? സർവീസ് ആക്ച്വലി നല്ല സർവീസായിരുന്നു. ടൊയോട്ടയുടെ സർവീസ് അറിയാമല്ലോ. ആൻഡ് എന്താ തിങ് ഈസ്, ഫസ്റ്റ് 3 സർവീസ് എന്തോ കഴിഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി ഞാൻ ലൈസൻസ് എടുത്തിട്ട് വളരെ കുറച്ചായതേ ഉള്ളൂ. എൻ്റെ ബ്രദർ ഇൻ ലോയും സിസ്റ്ററുമാണ് വണ്ടി കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് ആ കുറച്ച് സർവീസസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഐ തിങ്ക് ഒരു 4-5 സർവീസസ് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത്
പ്രൈസ് ലൈക്ക് പേയ്മെൻ്റ് ഉള്ളതല്ലായിരുന്നു. 3 years എന്തോ അല്ല 3 years അല്ല സംതിങ് 3 സർവീസസ് എന്തോ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം എന്തോ എക്സ്റ്റെൻഡഡ് വാറൻറ്റി എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ പിന്നെ ചെയ്ത സർവീസസിനും ക്യാഷ് ഒന്നും ആയിട്ടില്ലായിരുന്നു. വോട്ടെവർ സർവീസൊക്കെ നൈസ് സർവീസാണ്. അവർ ഓയിൽ ചേഞ്ചും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതിനെപ്പറ്റി വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഫുള്ള് ഷോറൂമിൽ നിന്ന് തന്നെയാണോ വണ്ടി സർവീസ് ചെയ്തത്? വണ്ടി ഷോറൂമിൽ മാത്രമേ സർവീസ് ചെയ്തിട്ടുള്ളൂ. വണ്ടി ആക്ച്വലി പക്ക സ്റ്റോക്ക് കണ്ടീഷനാണ്. ലൈക്ക് ഒരു ടിൻഡ് പോലും അടിച്ചിട്ടില്ല. നോക്കിയപ്പോൾ തോന്നിയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് കൂൾ ഫിലിമോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, ക്രോമോ പോലും ഡീക്രോമോ ചെയ്തിട്ടില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതെന്ത് പറ്റി? പ്രത്യേകിച്ചൊന്നും ഇല്ല, വണ്ടി ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ലൈക്ക് വണ്ടി എടുത്തപ്പോൾ തൊട്ടേ ഈ ഒരു ലുക്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ അതിന് ഒരു അപ്ഡേറ്റ്സ് കാണും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടിയിൽ കാര്യമായിട്ട് എന്തെങ്കിലും തട്ടലോ ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കണ്ടിട്ട് സംഭവിച്ചിട്ടില്ല എന്നറിയാം, അങ്ങനെ എന്നാലും എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും വല്ലോ വണ്ടി ഇല്ലില്ല. ചെറിയ സ്ക്രാച്ചസ് അതൊക്കെ ഉണ്ട് ഇത്രയും വർഷമായിട്ട്. ലൈക്ക് അതിൻ്റെ ഒരു ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, അല്ലാതെ മേജറായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. മേജറായിട്ട് സംഭവിക്കാൻ വേണ്ടി വണ്ടി ആക്ച്വലി അങ്ങനെ ഓടിയിട്ടില്ല, അതാണ് സത്യം. അപ്പം അവസരം നമുക്ക് ഇത് ഒരു 4 speed ടോർക്ക് കൺവെർട്ടർ, നമുക്ക് ജസ്റ്റ് എൻ്റെ ഒരു ആക്സലറേഷൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓഫ് കോഴ്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തോട്ടെ? ഞാൻ വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം. വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ ഡ്രൈവ് ചെയ്തോളാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ 4 speed ടോർക്ക് കൺവെർട്ടർ, നമുക്ക് ഇതിൻ്റെ ഗിയർ ട്രാൻസ്മിഷൻ എങ്ങനെയുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു റൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു സ്ട്രെച്ച് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. സോ ഗൈസ്, നമ്മൾ അവസറിൻ്റെ അർബൻ ക്രൂസർ നമുക്ക് കണ്ട ഇതിൻ്റെ ഗിയർ ബോക്സ് കാണിച്ചു കൊടുത്തത്. ഇതാണ് 4 speed ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ്. നമ്മളിതിനകത്ത് പാർക്ക് വരുന്നുണ്ട്, റിവേഴ്സ് വരുന്നുണ്ട്, ന്യൂട്രൽ വരുന്നുണ്ട്, ഡ്രൈവ് 2ഉം Lഉം. L എന്ന് പറയുന്നത് ലോഡ് ഗിയർ ആണ്, ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ഗിയർ ആണ് 2 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ ഗൈസ് ഇതിൻ്റെ ജസ്റ്റിൻ്റെ ഒരു ഗിയർ ട്രാൻസ്മിഷനൊക്കെ നോക്കിയാൽ, ബിക്കോസ് AMT ഗിയർ ബോക്സിലൊക്കെ നമുക്ക് നല്ല ലാഗും കാര്യമൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ നമുക്ക് ഈ ഒരു 4 speed ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് എങ്ങനെയുണ്ട് നമുക്ക് അറിയത്തില്ല, AT ഗിയർ ബോക്സ്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമ്മൾ വണ്ടി പുഷൊന്നും ചെയ്യുന്നില്ല അങ്ങനെ വലുതായിട്ട്, പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ ഒരു ട്രാൻസ്മിഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിയർ ചേഞ്ച് ആവുന്ന പോലെ നമ്മൾ അങ്ങനെ വലുതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സ്മൂത്തായിട്ടാണ് നമ്മൾ ഗിയർ ചേഞ്ച് ആവുന്നത്. നമ്മൾ ആ ഒരു മീറ്ററിൽ നോക്കിയാൽ മാത്രമേ നമുക്കിപ്പോൾ വണ്ടി ഏത് ഗിയറിലാണ് പോകുന്നതെന്ന് പോലെ അറിയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് സ്മൂത്താണ്. നമ്മളിപ്പം ഈ ഒരു സാധനത്ത് നമ്മൾ AMT ഗിയർ ബോക്സ് ഏതെങ്കിലും ഓട്ടിക്കുന്നതെന്ന് പോലെ നമുക്ക് നല്ല രീതിക്ക് ഒരു ഷിഫ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഹമ്പ് ചാടി, പക്ഷേ അതുപോലെ നമ്മൾ ഉള്ളിൽ വലുതായിട്ട് എത്തിയിട്ടില്ല. അപ്പം അത്രയ്ക്ക് നൈസ് സസ്പെൻഷനാണ് വണ്ടിക്ക് വന്നത്. സോ അതാണ് നമ്മൾ മെയിനായിട്ട് ആവശ്യം പറഞ്ഞാൽ നമ്മൾ ഗ്ലാൻസ് ചെയ്യുന്ന ഇത് ചൂസ് ചെയ്യാനുള്ള റീസൺ അല്ലേ? അതെ, കംഫർട്ട്. അത് പക്ഷെ നമ്മൾ വണ്ടി എടുത്തിട്ടായിരുന്നത് അതല്ല, നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് വണ്ടി കിട്ടിയില്ല. ആക്ച്വലി സത്യം പറഞ്ഞാൽ അതാണ്, വണ്ടി കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തതിൽ റിഗ്രറ്റും ഇല്ല. മൈലേജ് മാറ്റി നിർത്തിയ ഗൈസ്, അതാണ് ഞാൻ എൻ്റെ മൈലേജ് കാണിച്ചു തരാം. ഗൈസ് ഇപ്പോൾ എത്ര കാണിക്കുന്നത്? മൈലേജ് ഒന്ന് കാണിച്ചു കൊടുത്തേ ബ്രോ. ഗൈസ് ഇപ്പോൾ അവൻ്റെ മൈലേജ് കാണിക്കുന്നത് 8.8 കിലോമീറ്ററാണ് മൈലേജ് കാണിക്കുന്നത് ഒരു സുസുക്കിയുടെ വണ്ടി അല്ലെങ്കിൽ ടൊയോട്ടയുടെ വണ്ടിയിൽ. നമ്മൾ സുസുക്കി ബ്രസീലാണെങ്കിൽ പോലെ ഈ ഒരു ഇത് തന്നെ ആയിരിക്കും മെയിനായിട്ട് സെയിമായിട്ട് കാണിക്കുന്നത്. അപ്പം അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമായിട്ട് ഇത് കണ്ടപ്പോൾ ഞാൻ വല്ലാത്ത രീതിയിലൊന്നും ഞെട്ടിപ്പോയായിരുന്നു. എന്തുകൊണ്ട് ഈ ഒരു മൈലേജ് ഈ ഇങ്ങനെ ഒരു വണ്ടി കാണിക്കുന്നു? അതാ സുസുക്കിയുടെ എഞ്ചിന്, സാധാരണ സുസുക്കി എല്ലാവരും പറയാം മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ട് ഇറക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഈ വണ്ടിക്ക് എത്ര നോക്കിയിട്ട് നമുക്ക് ഉദ്ദേശിച്ച ഒരു മൈലേജ് കിട്ടുന്നില്ല ഗൈസ്. ഇപ്പോൾ ടേണിങ് റേഡിയസ് നോക്കുകയാണെങ്കിൽ പോലെ അത്യാവശ്യം നൈസാണ്. ഒരു നൈസ് വണ്ടിയാണ് ഗൈസ്. നമുക്കിപ്പോൾ സിറ്റിയിലാണെങ്കിലും ഹൈവേയിലാണെങ്കിലും നമുക്ക് ഓട്ടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്മൂത്ത് ഷിഫ്റ്റിംഗ് ഉള്ള ഒരു നൈസ് വണ്ടിയാണ്. സോ ഇതാണ് ഗൈസ് വണ്ടിയുടെ ഓണർഷിപ്പ് റിവ്യൂ. അസൽ താങ്ക്സ് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് അസ്. ഓക്കെ, ഇനി ഇതേപോലുള്ള കുറേ കണ്ടന്റ്സ് നമുക്ക് ഇനി വരുന്നുണ്ട്. പിന്നൊരു കാര്യം ഗൈസ്, നമ്മൾ അടുത്തുള്ള കുറേ റിവ്യൂകൾ ഇനി വരുന്നതാണ്, ഫ്യൂച്ചറിൽ വരുന്നതാണ്. അതിലെല്ലാം ഞാനും കാണും, അത് വേറെ കാര്യം. ഗൈസ്, അത് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ഒരു വണ്ടി എടുത്തിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ അസൻ്റെ ഒരു അർബൻ ക്രൂസറിൻ്റെ ഓണർഷിപ്പ് റിവ്യൂവിലും അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണുന്ന ഒരു വാക്ക് അറൗണ്ട് നമുക്ക് കിട്ടിയത്. അപ്പം ഇനി ഇതേപോലെ കുറേ വണ്ടി റിവ്യൂസും കാര്യങ്ങളും കണ്ടന്റ്സ് നമുക്ക് വരുന്നുണ്ട്. So stay tuned guys, and thanks for watching guys.